ഇനാഗ്രേഷനിലൂടെ വേൾഡ് റെക്കോർഡ് കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. ചേട്ടൻ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു. ഈ കേരളത്തിൽ അങ്ങനെ പൊതുവെ ഇല്ല, അങ്ങനെ കൊടുക്കുന്ന റെക്കോർഡ് കുറവാണ് അല്ലേ? അല്ല, ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന റെക്കോർഡല്ല, ഇതൊരു വേൾഡ് റെക്കോർഡ് യൂണിയൻ. ഇപ്പോൾ ലോകത്തിലെ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ രീതിയിൽ ഏറ്റവും ചിലപ്പോൾ മേ ബി എനിക്കറിയില്ല, സിനിമാ താരങ്ങളോ അല്ലെങ്കിൽ സീരിയൽ താരങ്ങളോ ഒക്കെ 1000 കൂടുതൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇൻ എ ഷോർട്ട് ടൈം പീരീഡിൽ ഏറ്റവും കൂടുതൽ ഇനോഗ്രേഷൻ സിനിമാ താരങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇൻഫ്ലുവൻസർ എന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്, ഒരു സോഷ്യൽ മീഡിയ കണ്ടന്റ് കൊണ്ടുവരുന്ന വ്യക്തി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ചെറുതെന്ന് വലുതെന്ന് നോക്കി ഇനോഗ്രേഷൻസ് ചെയ്യാറില്ല. ഇപ്പം ലുലു മോളിലൊരു പരിപാടിക്ക് വിളിച്ച് ഇനോഗ്രേഷൻ വിളിച്ചാലും പോകാറുണ്ട്, അതിൻ്റെ അകത്തുള്ള ഷോപ്പ് ഇനോഗ്രേറ്റ് ചെയ്യാനും പോകാറുണ്ട്. ഇപ്പോൾ താഴെ ചെറിയ നമ്മുടെ വാസവണ്ണം ചെറിയൊരു തട്ടുകട തുടങ്ങിയിട്ട് അവിടെ എന്നെ ഇനോഗ്രേഷൻ വിളിച്ചാലും ഞാൻ പറയാം. വലിപ്പ ചെറുപ്പം നമ്മളങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. എല്ലാവരും പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുന്നു. ചിലപ്പോൾ വാസവണ്ണൻ നാളെ തുടങ്ങി അതിനേക്കാളും വലുതായാലും ചെയ്ത ഷോപ്പുകളൊക്കെ വിജയിച്ചിട്ട് അവർ വിളിച്ചിട്ടുണ്ടോ? അതാണ് ചേട്ടൻ്റെ കൈകൾ നല്ലതാണ്, അല്ലെങ്കിൽ നമുക്ക് അത്രയും വരുമാനങ്ങളുണ്ട്, ഇനി അടുത്ത ബ്രാഞ്ച് തുടങ്ങാൻ പോകുന്നു. ആ ഒറ്റ കാര്യം കൊണ്ടാണ് ആൾക്കാർ വിളിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും കണ്ടല്ലോ വിളിക്കുന്നത്. അണ്ണൻ്റെ ചിരി പോലെ എണ്ണ അല്ല, ആ ഒറ്റ കാര്യം കൊണ്ട് മാത്രമേ വിളിക്കുന്നത്, വേറെ ഒന്നുമല്ല. വേറെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും അല്ലല്ലോ, നമ്മൾ ഒരു ഒന്നുമല്ല. നമ്മളെ വിളിക്കുന്നത് ഈ തൊടുന്ന കൈ രാശിയാണെന്നുള്ളത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇപ്പം റൈറ്റ് ടൈമാണെന്ന് തോന്നുന്നു, മുകേഷൻ്റെ റൈറ്റ് ടൈമാണ്. ഇപ്പോൾ എന്ത് തൊട്ടാലും പൊന്നാവുന്നൊരു സമയമാണ് ഇപ്പോൾ. അതുകൊണ്ടാണല്ലോ ചേട്ടന് ഇപ്പോൾ ഈ ഒരു വിശേഷങ്ങൾ ഒത്തിരി ഉണ്ട് അല്ലേ? JD മല്ലുന്നുണ്ട്, മുകേഷ് അണ്ണനുണ്ട്, ഇപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ വേൾഡ് റെക്കോർഡ് ഹോൾഡർ, അതുകൂടെ ഒരു ബാലായി അല്ലേ? ഇപ്പം ബ്രാൻഡിൻ കിങ് എന്ന് പറയുന്ന പോലെ തന്നെ എത്ര ബ്രാൻഡിൻ്റെ അംബാസിഡറാണ് എനിക്ക് തോന്നുന്നു. കുറേ ഉണ്ടെന്ന് തോന്നുന്നില്ല, അതും കൂടെ ചേർത്തിട്ടല്ലേ കിട്ടിയിരിക്കുന്നത്? അതെ, തീർച്ചയായും. ഞാൻ മോർ ദാൻ 2500 ബ്രാൻഡ് അസോസിയേഷൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയ്ക്ക് അഭിമാനമുണ്ട്. കാരണം ചിലപ്പോൾ ആളൊക്കെ ഒരു 50 ബ്രാൻഡ് 100 ബ്രാൻഡ് ഒക്കെ പോവാം. പക്ഷേ ഞാനൊരു 2500+ ബ്രാൻഡ് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് ഇതുവരെ, നാഷണൽ ഇൻ്റർനാഷണൽ ബ്രാൻഡുകൾ. ഇപ്പോൾ ലാസ്റ്റായിട്ട് ടോണി ആൻഡ് ഗെയ് എന്ന് പറഞ്ഞ ഇൻ്റർനാഷണൽ ബ്രാൻഡ് സലൂൺ, അവരുടെ ഇനോഗ്രേഷനും പ്രൊമോഷൻ ഏറ്റവും ലാസ്റ്റ് ചെയ്തത് അതാണ്. അങ്ങനെയുള്ള ഇൻ്റർനാഷണൽ ബ്രാൻഡ്സാണ് കൂടുതൽ. ഇപ്പോൾ ടൊയോട്ട ലെക്സസ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് അവരെ ആരെയും കൊണ്ട് ബ്രാൻഡ് ചെയ്യിപ്പിക്കാറില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ അതിപ്പം ലെക്സസിൻ്റെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അതൊരു സന്തോഷം. നമ്മൾ ചെയ്യുന്ന വീഡിയോ റീച്ചിനോടൊപ്പം തന്നെ ഞാൻ വിശ്വസിക്കുന്ന റീച്ചിൽ കാര്യമില്ലെന്ന്. റീച്ചുണ്ട്, നല്ല റീച്ചാണ്. പക്ഷേ റീച്ചിനൊപ്പം തന്നെ സെയിൽസ് കൺവേർഷൻ, ബിസിനസ് നടന്ന് അവരുടെ പോക്കറ്റിൽ പൈസ വരണം. അതെ, സെയിൽസിലേക്ക് കൺവേർട്ട് ചെയ്യുക ചെയ്യുന്നത്. അതായത് ചേട്ടൻ ഇനാഗ്രേഷൻ മാത്രമല്ല, സെയിൽസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ചേട്ടാ, നമ്മൾ 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കണമെന്ന് കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ വിചാരിച്ചിരുന്നത്, പക്ഷേ നമ്മൾ അന്ന് നല്ല തിരക്കിലായിപ്പോയി. ചേട്ടൻ്റെ കൂടെ ചെയ്യുന്ന മോഡൽസ് ആയിക്കോട്ടെ, കലാകാരികളായിക്കോട്ടെ, അവർ ഓരോ വീഡിയോ ചെയ്യുമ്പം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. 1 മില്യൺ 2 മില്യൺ 5 മില്യൺ ഒക്കെ പോയി കഴിയുമ്പോൾ പിന്നെ അവർ ആ ഒരു സെഗ്മെൻറ്റിലേക്ക് വരുന്നത്. അവർ ഫെമിലിയർ ആയിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് അങ്ങ് പോവാണ്. പിന്നെ ചേട്ടൻ തിരക്കി വീണ്ടും വരുന്നില്ല. ഈ ഉണ്ട് എല്ലാവരും നമ്മളിപ്പോഴും കണ്ടിരുന്നത്. പക്ഷേ പുതിയ ആൾക്കാർ വരുമ്പം നമ്മൾ അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നതല്ല. എല്ലാവരും പഴയ ഇപ്പം ഞാൻ ആദ്യമായിട്ട് വീഡിയോ ചെയ്തത് ആർഷ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് എൻ്റെ ചോദിച്ച് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് ആർഷ എന്നൊരു ഹൈദരാബാദ് ബേസ്ഡ് മോഡലാണ്, നല്ലൊരു കുട്ടിയാണ്. പുള്ളിക്കാരിയായിട്ടാണ് ആദ്യമായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത്. പുള്ളിക്കാരി ചോദിക്കുമ്പം ഇപ്പോഴും എന്നെ ഇന്നലെ കൂടെ വിളിച്ചിരുന്നായിരുന്നു. 7 പൂഞ്ചോല പുള്ളിക്കാരി ആണ് ആദ്യം ഞാൻ അത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്യുന്നത്. പുള്ളിക്കാരി പറഞ്ഞപ്പോഴാണ് നമുക്കത് ചെയ്യാന്നുള്ളൊരു തീരുമാനം വരുന്നത്. അപ്പം അത് റിക്രിയേഷനാണ്, ആ സ്പടികത്തില്ല, അത് ഭയങ്കര ഹിറ്റാവുകയും ചെയ്യും. അപ്പം അത്തരം അവരെല്ലാവരുമായിട്ട് ഇപ്പോഴും ആദ്യം മുതൽ ഞാൻ റീൽസ് ചെയ്യുന്ന എല്ലാവരുമായിട്ട് ഇപ്പോഴും ഉണ്ട്. പിന്നെ ഹർഷ ഇപ്പം സ്ഥലത്ത് ഉണ്ടോയെന്ന് എനിക്കൊന്ന് ഹൈദരാബാദ് അങ്ങോട്ടാണ്, അതുകൊണ്ട് ആയിരിക്കും തിരക്കിലൊക്കെ ആയതുകൊണ്ടായിരിക്കും ഉടനെ നമ്മൾ കോമ്പോ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ആദ്യം ചെയ്ത ആൾക്കാർ പോലും ഇപ്പോഴും ഉണ്ട്. പിന്നെ പുതിയ ആൾക്കാർ വരുമ്പോൾ നമ്മൾ അവർക്ക് വരുന്നത്. ഇപ്പോൾ ലാസ്റ്റായിട്ട് എന്നോട് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം അവരൊരു ഇൻ്റർവ്യൂവിൽ ഓപ്പണായിട്ട് പറഞ്ഞ സ്ത്രീയാണ് നിള നമ്പ്യാർ. അപ്പം അവർ വന്നപ്പോൾ ഞാൻ അവർക്കും റീല് കൂടെ ചെയ്തു. ചേട്ടാ, അത് ചെയ്തു എന്നൊക്കെ പറഞ്ഞു ഓക്കെ അല്ല, പക്ഷേ നിള നമ്പ്യാരുടെ കാര്യം തന്നെയാണ് മറ്റു ഇന്റർവ്യൂവിൽ ചോദിച്ചിരിക്കുന്നത്. നിള നമ്പ്യാരായിട്ട് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു വീഡിയോ ചെയ്തിട്ടുണ്ട്, ചേട്ടൻ ചെയ്തിട്ടുണ്ടോ? അല്ല, ആദ്യമായിട്ടാണ് അവർ എന്നെ വീഡിയോ ചെയ്യാൻ വരുമ്പോഴാണ് പരിചയപ്പെടുന്നത്. അവരൊരു റീല് ചോദിക്കുമോ എന്ന് ചോദിച്ചു, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഇങ്ങോട്ടേക്ക് ചോദിച്ചാണ്? ചോദിച്ചാണ്. അവർ ഇൻ്റർവ്യൂവിൽ അത് പറഞ്ഞിട്ടുണ്ട്. കേരളം ഇൻ്റർവ്യൂ പറഞ്ഞാൽ എനിക്ക് കൊളാബ് വിട്ടിട്ടുണ്ട്. ഒരു ചാനലിൽ, വേറെ ചാനലിൽ, സ്വകാര്യ ചാനൽ, ഇപ്പോൾ ചിലപ്പോൾ പറയാമെന്ന് അറിഞ്ഞൂടാ, ഒരു സ്വകാര്യ ചാനലിൽ ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞപ്പോൾ അവരെനിക്ക് കൊളാബ് വിട്ടു. അപ്പോൾ ഞാനത് കാണുന്നു, പിന്നെ അവരുമായിട്ട് റീൽസ് കൊളാബ് ചെയ്തു. പക്ഷെ അവരെ ഒരു പോൺ ആർട്ടിസ്റ്റായിട്ടാണ് ബാക്കിയുള്ളവർ കാണുന്നത്, അവരുടെ വീഡിയോസെല്ലാം അങ്ങനെയാണ്. പക്ഷെ ഒരു ഇന്റർവ്യൂവിൽ പറയണ്ടായി ഈ മുസ്ലിം ഹിന്ദു എന്നുള്ള ബേസിൽ സംസാരിക്കണ്ടായി. അത് ചേട്ടൻ കണ്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താ വെച്ചാൽ പേരിൽ വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാമെന്നുള്ളൊരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം അവർ ഇപ്പം ചെയ്യുന്ന ജോലി സമുദായം ഏതോ ആയിക്കോട്ടെ, മുസ്ലിമോ ഹിന്ദു ക്രിസ്ത്യനോ ആയിക്കോട്ടെ,
അതിൽ നിന്ന് മറ്റൊരു സമുദായത്തിലേക്ക് മാറും, പേര് മാറ്റി. നേരത്തെ മുസ്ലിം പേരായിരുന്നു, ഇപ്പോൾ ഹിന്ദു പേരിലേക്ക് മാറ്റി. അപ്പോൾ ഈ നായർ സമുദായത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ജാതി പറയല്ല, അങ്ങനെ വരുമ്പോൾ എന്തും ഏത് കോസ്റ്റ്യൂം ചെയ്യാം എന്നുള്ളതാണോ അവർ ഉദ്ദേശിച്ചത്? അതോ? അല്ല, എന്നെ സംബന്ധിച്ചോളം നിളാ നമ്പ്യാർ ഇപ്പം നിങ്ങൾ പറയുന്ന ഒരു പോൺ ആർട്ടിസ്റ്റാണ്. എനിക്ക് അവർ വേറെ ആരുമായിട്ട് അല്ല ഞാൻ പറയുന്നത്, അവർ അത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നവളാണെങ്കിൽ കൂടി എന്നെ സംബന്ധിച്ചിടത്തോളം അവരൊരു സ്ത്രീയാണ്. അവരെന്നോട് എൻ്റെ ജാതി സ്ത്രീ പുരുഷൻ എന്നുള്ള ജാതിയാണ് അത്രേ കാണുന്നുള്ളൂ. അവരെന്നോടൊരു റീൽസ് ചോദിക്കുന്നു, എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യാൻ. എനിക്ക് സമൂഹത്തെ പേടിയില്ല, ഞാൻ എന്തിനു പേടിക്കണം? അവരെന്നോട് ഒന്ന് റീൽ ചെയ്തെന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഒന്നും സംഭവിക്കുന്നില്ല. ഞാൻ റീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള അവരൊരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത്, അമ്മയെ ബഹുമാനിക്കുന്ന ഏതൊരു പുരുഷനും സ്ത്രീയെയും ബഹുമാനിക്കുക, ഏതൊരു സ്ത്രീയും നമ്മളങ്ങനെ ഇഷ്ടപ്പെടുമ്പോൾ. കാരണം നമ്മളെ അമ്മ പഠിപ്പിച്ച സംസ്കാരമാണ് സ്ത്രീകളെ ബഹുമാനിക്കാനും അല്ലെങ്കിൽ അതെങ്ങനെ ട്രീറ്റ് ചെയ്യണം. ഇപ്പോൾ പറയുന്നുണ്ടെങ്കിൽ പലതരം സ്ത്രീകളുണ്ടാവും. പക്ഷെ ഞാൻ അവരിലൊരു നെഗറ്റീവും എൻ്റെ പേഴ്സണൽ പെർസ്പെക്റ്റീവിൽ കാണുന്നില്ല. അത് അവരുടെ തൊഴിലായിരിക്കാം, അവരത് അത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ അവരുടെ നിവൃത്തികേട് കൊണ്ട് ചെയ്തു പോയതായിരിക്കാം. ജീവിക്കാൻ അവർ പട്ടിണി കിടന്നപ്പോൾ സമുദായത്തിലുള്ള ആരും പോയി ആഹാരം വാങ്ങിച്ചു കൊടുത്തില്ലല്ലോ, ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തില്ലല്ലോ. അവർ ചിലപ്പം അത്തരത്തിലുള്ള വീഡിയോ ചെയ്ത് അതിലൂടെ വൈറലായി ചിലപ്പോൾ അവർ പേര് സ്വീകരിച്ചത് എന്നുള്ള നമ്പ്യാർ. എന്നോട് കുറേ പേര് ഫോണൊക്കെ വിളിച്ച് ചോദിച്ചു, നിങ്ങളൊരു നായരല്ലേ? ഞാൻ പറയും, എന്ത് നായർ? രാത്രി നീയൊക്കെ മറ്റേ കഥ കൂട്ടാൻ പോകുമ്പോൾ നായരൻ്റെ ഇതാണോ നോക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റേതാണോ നോക്കിയിട്ടാണോ പോകുന്നത്? അല്ലല്ലോ, മതിലേടി കഥ കിട്ടാൻ. അപ്പോൾ അങ്ങനെ കഥ കിട്ടാൻ പോകുമ്പോൾ മറ്റേ ജാതി മതം നോക്കിയിട്ടല്ലോ അപ്പം തീരുമാനിക്കുന്നത്. ഏത് അപ്പതലായാലും കഴിക്കുമല്ലോ, അപ്പം ഏതായാലും അവൻ കഴിക്കുന്നുണ്ട്. അന്നേരം ഇത് മുസ്ലിം അപ്പമാണോ ഹിന്ദു അപ്പമാണോ മറ്റേ അപ്പമാണോ കള്ളപ്പമാണോ എന്ന് നോക്കുന്നുണ്ട്. അപ്പം ഏതായാലും അവൻ കഴിക്കുന്നുണ്ട്. പിന്നെ പുറത്ത് വന്നിട്ടാണ് അയ്യോ കട്ട് തരുന്നത് അപ്പമാണ്, എന്നിട്ട് പുറത്ത് വന്നിട്ടാണ് അയ്യോ അത് മറ്റേ ജാതിയാണല്ലോ എന്ന് പറയുന്നത്. അന്നേരം കഴിക്കുന്ന അതെ തീർച്ചയായിട്ടും ഒളിപ്പോര് നടത്തുന്നവർ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ഒളിച്ചു വയ്ക്കാൻ ഒളിയും മറയും കാര്യങ്ങളൊന്നുമില്ല. നമ്മളത് ഓപ്പണാണ്. ഇപ്പം എൻ്റെ അടുത്ത് ആരെങ്കിലും എനിക്ക് ഹിപ്പോക്രസി ചെയ്യുന്നില്ല, രണ്ടെണ്ണം അടിക്കുന്നു വെച്ചാൽ ഞാൻ അടിക്കും, അത്രേ ഉള്ളൂ. നമ്മളിപ്പം കുറേ പേരുമായിട്ട് റീൽ ചെയ്യുന്നു, അത് നമ്മളോട് വന്ന് ചോദിച്ചിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എന്നോട് റീൽ ചെയ്യാമോ നമ്മൾ ചെയ്യുന്നില്ല. ഒരാൾക്കാർ നമ്മളെ മേ ബി നമ്മളുടെ ഇഷ്ടം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ റീച്ച് കിട്ടാനായിരിക്കും. എക്സോർവൈ അവർ നമ്മളടുത്ത് വരുന്നോണ്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് പോകുന്നില്ല, നമ്മൾ പോകുന്നില്ല. അല്ല ചേട്ടാ, അതിനകത്ത് ഒരു കാര്യം വെച്ചാൽ ഇപ്പം ചേട്ടൻ ചെയ്യുന്ന എല്ലാം ഗേൾസിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. പക്ഷേ പരാമർശങ്ങൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. യൂട്യൂബിൽ കുറേ മെസ്സേജുകൾ വരും. ഈ മെസ്സേജ് വേറൊന്നുമല്ല, യവൻ ഇത് തന്നെ പണി, ഇത്രയും പെണ്ണുങ്ങളെ എവിടെ നിന്ന് കിട്ടുന്നത്? അല്ലെങ്കിൽ ഈ ചില ആൾക്കാർ ചീപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ചീപ്പ് ചിന്താഗതിയുണ്ട്, ഇവരെല്ലാവരെയും കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. എന്തിനാന്നുള്ളത് അവർ ആ ചോദ്യങ്ങൾക്ക് കാണാൻ എനിക്കറിയില്ല. പക്ഷെ അങ്ങനെയുള്ളവർക്ക് എന്താ മറുപടി പറയാനുള്ളത്? അല്ല, ബേസിക്കലി നമ്മളിത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഇവരുടെ വീട്ടിലുള്ള സ്ത്രീകൾ ആരെങ്കിലുമൊക്കെ റീൽ ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ റീൽ ചെയ്യുന്നവരൊക്കെ മോശക്കാരാണോ നമ്മൾ ആദ്യം അത് ജനറലൈസ് ചെയ്യാൻ പാടില്ല, അല്ലേ? അതായത് ആൾക്കാരുടെ ഫ്രസ്ട്രേഷൻ ആവാനായിരിക്കും സാധ്യത. കാരണം എവരുടെ ഒന്നും ആരും റീൽ ചെയ്യാൻ വിളിക്കുന്നില്ല, അതുകൊണ്ടായിരിക്കും. അപ്പം ഞാൻ പ്രത്യേകിച്ച് വലിയ സിക്സ് പാക്കോ വലിയ ഫിഗറോ ബോഡിയോ ഉള്ളതൊന്നുമല്ല. ഞാനൊരു പ്ലസ് സൈസ്. ചില പെമ്പിളറൊക്കെ കളിയാക്കി ടെഡി ബിയർ പോലെ ഇരിക്കണം എന്നൊക്കെ പറയും. നമ്മളൊരു ടെഡി ബിയർ തന്നെ കളിയാക്കി വിളിക്കുന്നതാണ്, ഒരു പോസിറ്റീവായിട്ട് ഞാൻ എടുക്കുന്നതേ ഉള്ളൂ, പക്ഷേ കളിയാക്കി വിളിക്കുന്നതാണ്. അപ്പോൾ അതൊരു ഇച്ചിരി ഭാരമുള്ള ഒരു ആളാണെന്നുള്ളത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും, എനിക്കറിയില്ല. അല്ല, നിങ്ങളുടെ ഈ പ്ലസ് സൈസ് നിങ്ങളുടെ ഷേപ്പുമാണ് ഇപ്പോൾ ആൾക്കാരുടെ ആകർഷണമായിരിക്കുന്നത്. കേരളത്തിലുടനീളമുള്ള മലയാളികൾക്കെല്ലാം അറിയാം മുകേഷന്മാർ എന്താണെന്നുള്ളത് അറിയാം, എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്നറിയാം. എനിക്കൊരു CEO-യിലുപരി, ഒരു കമ്പനിയുടെ CEO-യിലുപരി, ആദ്യം CEO ആയിരുന്നു, ഇപ്പോഴും ഉണ്ട്, ജോലി ചെയ്യുന്നത്. എങ്കിൽ പോലും ഈ ഒരു സെലിബ്രിറ്റി ലെവലിലേക്ക് വരുമ്പോൾ എന്തായാലും ഒരു മതിൽക്കെട്ടിനകത്ത് ഒരു ഗ്ലാസ് ഒരു കൂടാരത്തിനകത്ത് ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല് ഇതിനെന്തായാലും കിട്ടത്തില്ല, അല്ലേ? രണ്ടും വ്യത്യാസമല്ലേ? ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഏതാണ്, CEO ആണോ അതോ ഈ ഒരു സെലിബ്രിറ്റി ലൈഫാണ്? അല്ല, ഇതിൽ സെലിബ്രിറ്റി എന്ന് ഞാൻ സ്വയം വിശ്വസിക്കും. കാരണം ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴും ആൾക്കാർ ഇനോഗ്രേഷൻ വിളിക്കുന്നുണ്ടാണോ നിങ്ങൾ സെലിബ്രിറ്റി പറയുന്നത് എനിക്കറിയാം. ആൾക്കാർ നമ്മളുടെ മേ ബി നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾ നന്നായി പോകുന്നതുകൊണ്ടാണ് വിളിക്കുന്നത്. അത് സെലിബ്രിറ്റി പരിവേഷമൊന്നും താല്പര്യപ്പെടുന്നുമില്ല, അതിനോട് ഇതുമില്ല. കാരണം അതിൻ്റെ ഒരു നമ്മളൊരു കോമൺ മാനാണ്. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു സാധാരണ ചെറിയ കടയുടെ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തിട്ടുള്ള കുഞ്ഞു കടകളുടെ വീഡിയോ, 1 രൂപയ്ക്ക് ദോശ കിട്ടുന്ന കട, 25 രൂപയ്ക്ക് ചുരിദാർ കിട്ടുന്ന ലാസ്റ്റ് ചെയ്ത്. അപ്പോൾ അത്ര സാധാരണ അതൊരു ചേച്ചി പാവം, അവരൊരു
കുഞ്ഞു ടെക്സ്റ്റൈൽസ് ഇട്ടിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പണ്ട് പോയി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരിപ്പം സ്വന്തമായിട്ട് വലിയ ടെക്സ്റ്റൈൽ തുടങ്ങിയപ്പോൾ എന്നെ വിളിച്ചു, അങ്ങനെ പോയി ചെയ്തു. അതിൻ്റെ ഇനോഗ്രേഷനും എൻ്റെ പ്രൊമോഷനും ഞാൻ ചെയ്തിട്ട് വന്നു. അപ്പം അത്തരത്തിലുള്ള ആൾക്കാർ, അതുപോലുള്ള ചെറിയ ചെറിയ ഓണ്ടർപ്രണേഴ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഇപ്പം വലിയ ബ്രാൻഡ് വിളിച്ചിട്ട് അവരുടെ പ്രൊമോഷൻ ചെയ്ത് അത് നമ്മൾ ചെയ്യാറുണ്ട്. രണ്ടും പ്രൊമോഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നല്ല പ്രോഡക്റ്റ് ആണോ ചെന്നിട്ട് ആൾക്കാർ. പക്ഷേ നമ്മൾ എത്ര ശ്രദ്ധിച്ചാൽ പോലും ഒരു ദിവസമൊക്കെ ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു സാധനം മേടിച്ചുകൊണ്ട് കളർ ഇളകി പോയാലും ചീത്തകൾ കേൾക്കേണ്ട നമ്മളായിരിക്കും. അവൻ പറഞ്ഞ കണ്ടിട്ട് പോയതാണ്, നമ്മളതിന് ഡയറക്റ്റ് അതും കേൾക്കണം, നല്ലതും കേൾക്കണം അല്ലേ. കൂടുതൽ അങ്ങനെയൊക്കെ കുറച്ച് നെഗറ്റീവ് ഒക്കെ വളരെ അത്തരത്തിലുള്ള നെഗറ്റീവ്സ് കുറവാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ എന്നാലും സംഭവിച്ചിട്ടുണ്ട്. കാരണം ഞാൻ തന്നെ പ്രൊമോട്ട് ചെയ്തൊരു കടയിൽ പോയി ഞാൻ തന്നെ ഒരു 2 ഷർട്ട് മേടിച്ച് ഞാൻ തന്നെ വീട്ടിൽ കൊണ്ടുപോയി കഴിയുമ്പോൾ കളർ ഇളവിയ ചരിത്രമുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ആലോചിച്ചു, ഇത് എനിക്കിതാണെങ്കിൽ മറ്റുള്ളവർ. പക്ഷേ അത് തുണി കടക്കാരൻ്റെ പ്രശ്നമല്ല, കൊണ്ടുകൊടുത്ത അല്ലെങ്കിൽ സപ്ലയറുടെ അല്ലെങ്കിൽ ആ ബ്രാൻഡിൻ്റെ പ്രശ്നമായിരിക്കും. അങ്ങനെയൊക്കെ സംഭവിക്കും, വിരളമായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. നമ്മളിപ്പോൾ പരസ്യം കൊടുക്കുന്ന ആളുടെ മേളിലേക്ക് ചിലപ്പോൾ ചാരാറുണ്ട്. അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ കാണാറുണ്ട്. ചിലർ വിളിച്ച് പറയാറുണ്ട്, ചേട്ടാ ഇങ്ങനെ. പക്ഷേ ഞാൻ അത്തരത്തിൽ ജെന്യുവനാണെന്ന് തോന്നിയ കാര്യങ്ങളെല്ലാം ഇടപെട്ട് ഞാൻ പരിഹരിക്കാറുണ്ട്. എന്നെ സ്വാതന്ത്ര്യമായിട്ട് മോശേട്ടാ, ഞാൻ അവിടെ പോയിട്ട് ഞാൻ അവിടെ ഒരു മൊബൈൽ ഫോൺ മേടിച്ചു, അതൊരു 6 മാസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ചെറിയൊരു പ്രശ്നം വന്നു, അവിടെ കൊണ്ടുപോയപ്പോൾ അവർ ശരിയാക്കി തന്നില്ല. അപ്പോൾ ഞാൻ മോനെ ഒരു കാര്യം ഞാൻ ആ കടയിൽ വിളിക്കാം. ഞാൻ വിളിച്ച് അവിടെ ചോദിക്കണം, ഇതിങ്ങനൊരു പ്രശ്നമുണ്ടല്ലോ, ജെന്യുവനാണോ അതോ ഉടായ്പാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു ജെന്യുവനാണെങ്കിൽ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ അടുത്ത് അങ്ങോട്ടൊരു വരവുണ്ട് വേറൊരു വീഡിയോ ചെയ്യാനായിട്ട്, അത് ചെയ്ത് കൊടുത്ത ചരിത്രമുണ്ട്. പിന്നെ അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കാരണം വളരെ പാവപ്പെട്ടൊരു പയ്യൻ നെടുമങ്ങാടുന്ന ഒരു ദിവസം കുറേ നാൾ മുമ്പ് എന്നെ വിളിച്ചു. ഞാനൊരു 2 വർഷം മുമ്പ് ഒരു മൊബൈൽ ഷോപ്പിൻ്റെ വീഡിയോ ചെയ്ത് സെക്കൻഡ് ഹാൻഡ് കട വയ്ക്കുന്നത്. അപ്പോൾ അവനെടുത്ത് ഇവനൊരു 6 മാസം വാറണ്ടി എന്തോ കൊടുത്തു, കുഴപ്പമുണ്ടെങ്കിൽ കൊണ്ടുവന്നു. അപ്പം ഒരു 6 മാസം തികയാനായിട്ട് 2-3 ദിവസമുള്ളപ്പോൾ ആ ഫോണിന് എന്തോ കംപ്ലയിൻറ്റ് പറ്റി. എനിക്കറിയില്ല, ഡിസ്പ്ലേയിൽ എന്തോ ഫ്ലിക്കറിങ് എന്തോ വന്നു. അതുകൊണ്ട് കൊടുത്തപ്പോൾ മാറ്റി കൊടുത്തില്ല. അവനെന്നെ വിളിച്ച് ബില്ലൊക്കെ ആയിട്ട് ഇങ്ങനെ 6 മാസം എഴുതി തന്നിട്ടുണ്ട്. ഞാൻ അപ്പം തന്നെ വിളിച്ച് സംസാരിച്ചു. ഞാൻ പറഞ്ഞു അത് മര്യാദയ്ക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ വീണ്ടും ഒരു വരവ് കൂടെ ഞാൻ വന്ന് 2ാമതൊരു വീഡിയോ നീ ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കലാണ്. സീരിയസ് ആയിട്ട് അത് ചെയ്യേണ്ട കാര്യമാണല്ലോ. തീർച്ചയായിട്ടും നമ്മൾ നല്ലതെന്ന് പറഞ്ഞിട്ട് ചെയ്ത് കൊടുത്തില്ല, നമ്മൾ തീർച്ചയായിട്ടും